നമുക്ക് വിവരമില്ലാഞ്ഞാൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടും. പ്രത്യേകിച്ചും ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് പദങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. FOB, CIF, DAP ഇത്തരം സിമ്പിൾ വേർഡാണെങ്കിലും പക്ഷേ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ലക്ഷങ്ങളായിരിക്കും. FOB എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ അവരുടെ ഫാക്ടറിയിൽ നിന്നും പ്രൊഡക്റ്റുകൾ ലോഡ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വെസൽ വരെ എത്തിക്കുന്ന ഉത്തരവാദിത്തം ഉണ്ടാവരുത്. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വെസലിലേക്ക് എത്തിക്കുന്ന വരെയുള്ള എല്ലാ ഫീകളും സെല്ലറുടെ ഉത്തരവാദിത്തമായിരിക്കും, ഇൻക്ലൂഡിങ് ഒറിജിൻ കൺട്രിയുടെ കസ്റ്റം ക്ലിയറൻസ് അടക്കം. ഇനി CAF എന്ന് പറഞ്ഞാൽ സെല്ലർ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ബയറുടെ പോർട്ട് വരെയുള്ള ഉത്തരവാദിത്തം സെല്ലർക്കായിരിക്കും. അതായത് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ അത് ലോഡ് ചെയ്ത് വെസലിലേക്ക് കയറ്റി ബയറുടെ പോർട്ട് വരെയുള്ള ഉത്തരവാദിത്വം സെല്ലറുടെ കയ്യിലായിരിക്കും. ബയർക്ക് ഡെസ്റ്റിനേഷനിൽ അൺലോഡ് ചെയ്യുക, ഡെസ്റ്റിനേഷനിലെ കസ്റ്റം ക്ലിയറൻസ്, അതേപോലെ വെയർ ഹൗസിലേക്ക് ട്രാൻസ്പോർട്ട്, ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ബയറുടെ കയ്യിലായിരിക്കും. ഡെസ്റ്റിനേഷൻ പോർട്ട് വരെയുള്ള ഉത്തരവാദിത്തം മാത്രമേ സെല്ലറുടെ കയ്യിലുണ്ടാവുള്ളൂ. പിന്നെയുള്ളൊരു ടേമാണ് DAP, ഡെലിവറി അറ്റ് പോർട്ട്. അപ്പോൾ ഇതനുസരിച്ച് സെല്ലർക്ക് അവരുടെ പോർട്ടിൽ നിന്ന്, അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ബയറുടെ വെയർഹൗസ് വരെയുള്ള ഉത്തരവാദിത്തങ്ങളും ചാർജുകളും സെല്ലറുടെ ഉത്തരവാദിത്തമായിരിക്കും. ഇത് ശരിക്ക് ഡെലിവറി ഓൺ ഹാൻഡാണ്, ഡോർ ഡെലിവറി എന്നൊക്കെ പറയും. അത് ഓരോരുത്തരും ഓരോ ടേമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ടേമിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ലക്ഷങ്ങൾ നഷ്ടപ്പെടും. ഫോർ മോർ ഡീറ്റെയിൽസ് ഡു കോൺടാക്ട് ഗോ ഹെയർ.